ഈ 2 ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. 100 സൈസ് നമ്മൾ 120 സൈസാണ് ഇടും. നിങ്ങൾ RS ഇത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ മൊത്തം ചെളിയായിരിക്കും. ഇവിടെ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ, ടയർ ഇതിലൂടെ മുട്ടിയാകും. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക്. ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൾസർ 150യിലാണ് കേട്ടോ. 150ക്ക് നമ്മൾ പുതിയ 2 ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്. പഴയ ചെരുപ്പ് തീർന്നു, പഴയ ചെരുപ്പ് ഇട്ടിട്ട് തെന്നി വീഴാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ 2 ചെരുപ്പ് ഇതാ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പോളോടെ ട്രാംബ്ലർ എന്ന് പറയുന്ന മോഡലാണ് മേടിച്ചേക്കുന്നത്. ഈ ഗ്രിപ്പ് കൊള്ളാവുന്നൊരു ഗ്രിപ്പാണ്. നമ്മൾ പല വണ്ടിയിലും ട്രൈ ചെയ്തു. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 120 സൈസാണ്, വലിയ ചെരുപ്പാണ് മേടിച്ചേക്കുന്നത്. വണ്ടിയിൽ വരുന്നത് സാധാരണ സ്റ്റോക്ക് ടയർ 100 സൈസാണ്. 100 സൈസ് നമ്മൾ 120 സൈസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ 120ൻ്റെ വലിയ ചെരുപ്പ് ഈ വണ്ടി കയറുമോ എന്നുള്ളതാണൊരു സംശയം. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി കൊണ്ടുപോകുന്നില്ല. നമ്മൾ ഇവിടുന്ന് ടയർ അഴിച്ചുകൊണ്ട് പോയി കടയിൽ കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത്. ടയർ അപ്സൈസ് ചെയ്തിരുന്നു. ബാക്കി കിടക്കുന്നത് സീറ്റിൻ്റെ സൂം എക്സൽ എന്ന് പറയുന്ന മോഡലാണ്. 110/87. യൂട്യൂബിലും കാര്യങ്ങളും ഒരിടത്തും ആരും ഈ 120 സൈസ് ഇടുന്നത് കണ്ടിട്ടില്ല. ഇട്ട് ചെയിൻ ബോക്സ് വെച്ച് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് മിക്കവരും അഴിച്ച് കളയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ടയർ സൂട്ടാവും, അത് കുഴപ്പമില്ല. പിന്നെ ഈ ട്രാംബ്ലർ ശകലം ഒതുങ്ങുമ്പോഴേക്കും വലിയ സൈസ് തോന്നിക്കില്ല. ട്രാംബ്ലറിൻ്റെ ഏത് എല്ലാ മോഡലും ഇപ്പോൾ പഴയ 120 പല സൈസുകളും 140 നിങ്ങൾ RS ഇത് ഇട്ടിട്ടുണ്ട്. ആ സൈസിനൊക്കെ ഒരു പൊലിമ തോന്നുന്നില്ല. അപ്പോൾ ആ പൊലിമ ഈ 120ലും തോന്നാത്തതുകൊണ്ട് ഒരു 110 കിടക്കുന്ന പോലെ തോന്നും. 2 ടയർ മേടിച്ച് നമ്മുടെ വണ്ടി കമ്പെ കുത്തി വെച്ചേക്കുവാണ്. ഇനി ബാക്കി ടയർ മാറിക്കഴിഞ്ഞിട്ട് കയറുങ്ങി വീഡിയോ കാണും, കയറിയില്ലേ കയറാത്ത വീഡിയോ കാണും. ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയാണ് നമ്മൾ ഒരു ടയറൊക്കെ മാറിയിട്ട് നമ്മൾ റിവ്യൂ ബാക്കി ഇടുന്നത്. ഇപ്പം ഞാൻ ഏകദേശം വണ്ടി 43,000-ഓളം കിലോമീറ്ററായി. അടുത്ത ഓയിൽ സർവീസ് ആയല്ലേ. അപ്പോൾ നമ്മൾ 41ലാണ് നമ്മൾ ടയർ മാറിയത്. ഇപ്പം 43,489 അപ്പം ഇത്രയും നാളത്തെ നമ്മുടെ ഒരു റൈഡ് റിവ്യൂ ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ടയർ അപ്സൈസ് ചെയ്യാനുള്ള ഗുണവും ദോഷമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ബാക്കിലിട്ടിരിക്കുന്നത് 120 ടയറും ഫ്രണ്ടിൽ 90 ആയിരുന്നു. നമുക്കിതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ സ്പീഡോമീറ്റർ എറർ തന്നെയാണ്. ചെറിയ രീതിയിൽ സ്പീഡ് എറർ ഉണ്ട് വണ്ടിയുടെ. കിലോമീറ്ററിലും എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 100 കിലോമീറ്ററിന് 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ കൂടുതൽ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ സ്പീഡ് എറർ വരുന്നത്. ബാക്കിൽ മെയിനായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലാപ്പ് ഇടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ജോയിൻറ്റ് വെച്ചിട്ടാണ്, ജോയിൻ്റല്ല അകത്തൊരു സ്പേസർ ഇട്ട് ഇത് എങ്ങോണിച്ച് വെച്ചാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കല്ല് തെറിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂട്ട് കട്ട ടയർ ഇടുമ്പം ചെളിയാവുന്നുണ്ട്. വണ്ടി അത്യാവശ്യം നീറ്റായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിടാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനത്തെ ടൈപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. ലൈൻസാണ് കൂടുതലിടുന്നത്. ഇപ്പം നല്ല മഴക്കാലത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ഹഗ്ഗറില്ലെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം ചെളിയായിരിക്കും. വണ്ടി മൊത്തത്തിൽ ചെളി കുളിച്ചിരിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു വിഷയം. പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ ചെയിൻ സോക്കറ്റല്ല, ചെയിൻ ബോക്സ്. നമ്മുടെ ഈ ചെയിൻ ബോക്സിൽ ഓൾറെഡി ഞാൻ 110 ഇട്ടപ്പോൾ ചളുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 120 ഇട്ടപ്പോൾ ഇച്ചിരി കൂടെ ചളുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് നമ്മൾ ചളുക്കിയിട്ടുണ്ട്. നല്ലപോലെ ചളുക്കിയിട്ട് ആ ചെയിൻ ബോക്സ് ഇടാനൊരു തമ്മിൽ ലോക്കിടാനൊരു പാട് വന്നായിരുന്നു. പിന്നെ അത് ചളുക്കി കയറ്റിയിടാൻ പറ്റും കേട്ടോ. ഓൾറെഡി ഈ 110 cc 150 cc ഏത് വണ്ടിയിലും ഇതടിച്ച് കയറ്റാൻ പറ്റും. ഈ ഒരു 120 ഈ ട്രാംബിൾ ഇടാൻ പറ്റും. ഇത് 120 ആണെന്ന് പറഞ്ഞാൽ വലിയ സൈസൊന്നും തോന്നിക്കത്തില്ല. അതൊരു ടയറാണ്. ഒരു കണ്ട ഒരു 110 കിടക്കുന്ന പോലെ തോന്നത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് മേടിച്ചിടാം. പിന്നെ പറഞ്ഞല്ലോ നമ്മുടെ സ്പീഡർ പറഞ്ഞു. പിന്നെ ഈ ചെയിൻ ബോക്സ് ഇടിയും ഈ ഒരു സാധനം ചെളിയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ ടയർ അപ്സൈസ് ചെയ്തപ്പം ഇവിടെ ഒരു ഇഞ്ചോളം നമ്മുടെ തൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. ടയർ ഇതിലൂടെ മുട്ടിയാണ് പോയിരിക്കുന്നത് ഈ കവറയിൽ. സാധാരണ ഈ ടയർ ഇതേന്ന് 1 ഇഞ്ച് താന്നായിരിക്കുന്നത്. ഇത് 1 ഇഞ്ച് മുങ്ങി നല്ലപോലെ മുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഡയമീറ്ററിൽ തന്നെ പിന്നെ ഇതിന് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അയ്യോ തക്കൽ ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ബാറ്ററി തീരും. അപ്പം നമ്മൾ മെയിനായിട്ടുള്ളത് ഈ ഒരു സൈസ് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇടാവുള്ളൂ. വണ്ടിക്ക് അല്പം ബാക്ക് ടയറിന് സൈസ് തോന്നിക്കണമെങ്കിൽ നിങ്ങൾക്ക് 120 ട്രാംബിൾ തന്നെ ഇടാം. വേറെ 120 സൈസ് ഇടുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു നല്ലപോലെ ചെയിൻ ബോക്സിൽ ഇടിക്കുമെന്ന് തോന്നുന്നു. ചെയിൻ ബോക്സ് ഊരി മാറ്റേണ്ടതായിട്ടും വരും. അപ്പം നിങ്ങൾ ട്രാംബിളിന് തന്നെ 120 ഇടുവാണെങ്കിൽ ബെറ്ററാണ്. 110 ഇടുന്നവർ ഈ 120 ഇടുന്നതാണ് ഇച്ചിരിയുടെ ബെറ്റർ. പക്ഷേ മൈലേജ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, സ്പീഡറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ സാധാരണ യൂസൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ 110 സൈസ് ഉണ്ട്. അത്യാവശ്യം 20-25 മൈലേജ് നമ്മൾ വേറൊരു 150യിൽ കിട്ടിയിട്ടുണ്ട്. ബാക്ക് ടയറിന് മാത്രം 25 കിലോമീറ്ററൊക്കെ ബാക്ക് ടയർ നല്ലപോലെ പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഇതൊരു മഴക്കാലത്ത് ഇച്ചിരി കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. പിന്നെ എനിക്ക് യൂഷ്വലി നമുക്ക് പെടത്താന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടേതായ രീതിയിലുള്ള പെടത്തും കാര്യങ്ങളൊക്കെ
അത്യാവശ്യം കോർണറൊക്കെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് തരുന്നുണ്ട് ഈ ഒരു ടയർ. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ട്രൈ ചെയ്തേക്കാമെന്ന് വെച്ചാണ് നമ്മൾ 120 ഇട്ടത്. ഇത് ഇടാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് തന്നെ കയറുന്നുണ്ട്. പിന്നെ ടയർ ആ റിമ്മ കയറ്റാൻ കുറച്ച് പാടുപെട്ടു. വലിയ ടയർ ഒതുങ്ങുന്നില്ലായിരുന്നു. അപ്പം ആ ഒരു വിഷയമാണ് ഉള്ളത്. ഇത് എല്ലാവരും ഇടുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സ്പീഡറുണ്ട്. പിന്നെ ഈ ഒരു ടയർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. അത്യാവശ്യം ഇതുണ്ട്. സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു വലിപ്പമൊക്കെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി വലിപ്പം വേണമായിരുന്നു. ഇത് കുത്തി കയറ്റേണ്ട കാര്യമില്ലായിരുന്നു. നമ്മുടെ സിയറ്റിൻ്റെ സൂം എക്സൽ ഉണ്ടായിരുന്നെങ്കിൽ ഇടിമിന്നൽ വരെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ പണ്ടിട്ടത്. പക്ഷേ ആ സാധനമൊക്കെ നിർത്തിപ്പോയി. ഇപ്പോൾ 110 സെക്ഷൻ ടയറേ ഇല്ല. 110 ടയർ എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഓപ്ഷൻസ് ഇല്ല. 1-2 ഉള്ളൂ, കടയിലും ഇല്ല ഒരു സാധനം. അതുകൊണ്ട് നമ്മൾ 120 ഇട്ടു. 120 എല്ലാം ഇടാനും പറ്റത്തില്ല. ചില 220 ഒരു സിയറ്റിൻ്റെ ഒരു കട്ടയുണ്ട് 120. അതിട്ട് കഴിഞ്ഞാൽ 140 കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പം ഈ ഒരു 120 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. അതാണ് എൻ്റെ ഈ ഒരു യൂസർ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇട്ടേച്ചിട്ട് നോക്കാം. ഓക്കെ, അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ.